കത്തുന്ന ഹൃദയം. എ ബേണിംഗ് ഹാർട്ട് ഈസ് ദി എവിഡൻസ് ഓഫ് ഡിവൈൻ ഫെലോഷിപ്പ് റിസ്റ്റോർഡ്. അതായത് കത്തിക്കൊണ്ടിരിക്കുന്ന ജീവഹൃദയം നമുക്ക് തന്നിരിക്കുകയാണ്. ഇതുവരെ കത്താതിരിക്കുക, നമ്മൾ അടിച്ചു പിടിച്ച് തീ കത്തിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇത് കത്താൻ തുടങ്ങിയത് ദൈവമിട്ട തീയാണ്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ തീയാണ്. ഇത് പെന്തക്കോസ്തി ദിവസം അവരെല്ലാവരും കൂടെ 120 പേർ ഒന്നിച്ചിരുന്നു. യേശുക്രിസ്തു അവരോട് പറഞ്ഞു, ടാരി ഇൻ ജെറുസലേം അൻറ്റിൽ യു റിസീവ് പവർ ഫ്രം എബവ്. മുകളിൽ നിന്ന് ശക്തി ലഭിക്കുവോളം യെരുശലേമിൽ തന്നെ നിൽക്കണമെന്ന് യേശു പറഞ്ഞു. അങ്ങനെ ശക്തി ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങൾ യെരുശലേമിലും യഹൂദയിലും ലോകത്തിൻ്റെ നാനാഭാഗത്ത് സാക്ഷികളാകുമെന്ന് അപ്പോസ്തല പ്രവർത്തികളിൽ നമ്മളോട് പറഞ്ഞു. കർത്താവ് പറഞ്ഞ് നമ്മൾ ഈ പഠിപ്പിക്കുന്ന എന്തിനാ? കർത്താവിൻ്റെ സാക്ഷികളായി. കർത്താവിൻ്റെ വചനം പറയാനെങ്കിലും അത് തുടക്കമാണ്. പറയാനെങ്കിലുമുള്ള ബലം വരണമെങ്കിൽ ആത്മാവ് വരണം. അത് പിന്നെ പല കാര്യങ്ങളായിരുന്നു. ഈ അപ്പോസ്തല പ്രവൃത്തി 1 പറയുന്നുണ്ട്, 1:8 പറയുന്നുണ്ട്, എന്നാൽ പരിശുദ്ധാത്മാ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം, ശമരിയ ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുന്നു. അപ്പം ദൈവത്തിൻ്റെ സാക്ഷി, എൻ്റെ സാക്ഷികൾ. അപ്പോൾ ഈ ഹൃദയം ഇപ്പം നമ്മൾ നോക്കുക. ഇപ്പം 2 പേര് എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഒരാളുടെ ഹൃദയം കത്തിക്കൊണ്ട് ചെറുത്, ഒരാളുടെ ഹൃദയം കെട്ടിരിക്കുക. ഞാൻ ആരെ ചൂസ് ചെയ്യും? തീർത്തും ഹൃദയം കത്തിക്കൊണ്ടിരിക്കുന്നവരല്ലേ ചൂസ് ചെയ്യത്തുള്ളൂ ഒരു ജോലി ചെയ്യിപ്പിക്കണമെങ്കിൽ. ഇത് നമ്മളൊരു കാര്യം പറഞ്ഞ് തലയിലോട്ട് കേൾക്കാത്ത ഒരാളോട് പറഞ്ഞിട്ട് എന്തായാലും ഇപ്പം നമ്മൾ ചില ജോലിക്കാർ ഇവിടെ വരും. അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവരെ കൊണ്ടത് ചെയ്യാനൊക്കത്തില്ല, വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ തന്നെയാണ് ഹൃദയം. ദൈവം എൻ്റെ ഹൃദയത്തിലോട്ടാണ് നോക്കുന്നത്. ആരെ ഏൽപ്പിക്കണം? നിൻ്റെ ഹൃദയം തീ കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ യേശു അത് സന്തോഷത്തോടെ ചെയ്യും. അത് സന്തോഷത്തോടെ ചെയ്ത് തീർക്കുമ്പോൾ പ്രതിഫലമുണ്ട്, നിശ്ചയം. അപ്പം ദൈവം പറയുന്നത് കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് വരുമ്പോൾ നമ്മളൊരു ബേണിംഗ് ഹാർട്ടുള്ളവരെയുമാണ്. അപ്പം കർത്താവ് ക്രൂശിൽ കിടന്ന് പറയുന്നത് നമ്മളോട് പറയാൻ, റെവലേഷൻ ക്രിയേറ്റ്സ് സ്റ്റെബിലിറ്റി. ഈ വെളിപ്പാടുകളാണ് നമുക്ക് ബലം തരുന്നത്. ഇൻ വീക്ക്നെസ് വി ലുക്ക് ടു ഗ്രേസ്. എൻ്റെ ബലഹീനതയുണ്ട്, പിന്നെ എങ്ങനെയാണ് ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്? പക്ഷേ ഈ ബലഹീനതയിൽ ബലം തരുന്നവൻ, എൻ്റെ അവിശ്വസ്തതയിൽ വിശ്വസ്തനായ. അതുകൊണ്ടാണ് കർത്താവ് 2 തിമോത്തി 2:13 പറയും, നിങ്ങൾ അവിശ്വസ്തരാണ് എങ്കിലും ഞാൻ വിശ്വസ്തനായിട്ട് പാർക്കുകയാണ്. അത് ഞാൻ വിശ്വസ്തൻ, അത് എൻ്റെ സ്വഭാവമല്ലയോ എന്ന്. വിശ്വസ്തത സ്വഭാവമാണ്, മാറ്റാനൊക്കത്തില്ല. ഈ ഒരു ക്യാരക്ടർ, അതായത് ദൈവത്തിൻ്റെ സ്വഭാവം മാറ്റാനൊക്കത്തില്ല. ഈ ദാനധർമ്മം ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ടോ? അവർ ഒന്നുമില്ലല്ലോ, ഒരു ഉടുത്ത വസ്ത്രം വേണേൽ ഊരി കൊടുക്കും. ബിക്കോസ് അവരങ്ങനത്തെ സ്വഭാവമാണ്. അത് കൊടുക്കലെന്ന് പറഞ്ഞാൽ ആരും കാണാതെ അവരെടുത്ത് കൊടുക്കും. ഭക്ഷണം കൊടുക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? ഭക്ഷണം ഉണ്ടാക്കുന്നത് എപ്പോഴും ഭക്ഷണം, അവരെങ്ങനെ പോയാലും അല്പഭക്ഷണം ഉണ്ടാക്കി ആർക്കെങ്കിലും കൊടുത്തുകൊണ്ടിരിക്കും. സാരി കൊടുക്കുന്നവരെ കണ്ടിട്ടുണ്ട്, അവർ കൊടുത്തുകൊണ്ടിരിക്കും അവർ. ബിക്കോസ് അവരുടെ സ്വഭാവം കൊടുക്കുന്നത്. വാങ്ങിക്കുന്നവരെ കണ്ട് എവിടെ ചെന്നാലും അവർക്ക് വേണം. അങ്ങനെയുള്ളവർ എന്നും ദരിദ്രമാണ്. കൊടുക്കുന്ന സ്വഭാവം ക്രിസ്തുവിൽ നിന്ന് വാങ്ങിച്ചെടുക്കണം. മനുഷ്യർ സന്തോഷത്തോടെ തരുന്നത് വാങ്ങിക്കുകയും വേണം. ദൈവം പറയുന്നത് യു മൂവ് ഫ്രം സോറോ ടു ബേണിംഗ് ഹാർട്ട്. സോറോ എന്ന് പറഞ്ഞാൽ ഉള്ളിലങ്ങ് ഗ്രീവ് ചെയ്തിരിക്കുക. എന്തിനാണ് എനിക്കറിഞ്ഞുകൂടാ. ഈ സോറോയിൽ നിന്നും കത്തുന്ന തീയിലോട്ട് നീങ്ങണമെന്ന്. കത്തുന്ന തീയായി നിന്ന് കത്തുന്ന തീയായിട്ട് നിൻ്റെ ഹൃദയം മാറുന്നു എങ്കിൽ ആദ്യം കത്തിപ്പോകുന്നത് നിൻ്റെ സങ്കടമാണ്. അയ്യോ നടക്കത്തില്ലേ, ഇത് പ്രയാസമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദ്യം കത്തിപ്പോവും. ഇതായത് ഒരു തീ കത്തണമെങ്കിൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കണ്ടേ? തീ ചുമ്മാതെ കത്തത്തില്ലല്ലോ. ഒന്നീ കടലാസ് ഇട്ട് കൊടുക്കണം, അല്ലെ ഇല ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കുറച്ച് കമ്പുകൾ കയറ്റി വെക്കണം, വിറക് കയറ്റി വെക്കണം, എന്നാലല്ലേ തീ കത്തത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ആത്മീയ ഗോളത്തിൽ എൻ്റെ ഹൃദയം കത്തുന്നതിന് ഇന്ധനം വേണം. എന്താണ് ഇന്ധനം? നിൻ്റെ ദുഃഖം, നിൻ്റെ ഭാരം, നിൻ്റെ വിഷമം എല്ലാം ഇട്ടം കൊടുക്കണം. അയ്യോ എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ലേ, ഞാൻ പാപിയാണ്, മഹാപാപിയാണ്, ഞാൻ ഇനി എന്ന് ചൊവ്വാകാൻ, ഇങ്ങനെയൊക്കെയുള്ള പറച്ചിലില്ലേ, അതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് ഇതങ്ങോട്ട് തീ കത്തിക്കും. നിൻ്റെ ബലഹീനതയിൽ ഞാൻ ബലമുള്ളവൻ, നിൻ്റെ അവിശ്വസ്തതയിൽ അവൻ വിശ്വസ്തൻ. എൻ്റെ കുറവുകൾ ഏറ്റുപറഞ്ഞപ്പോൾ കത്തിത്തീർന്നു പോയി. അത് റെപ്പൻറ്റൻസ്. അതാണ് അനുതാപമുള്ള ഒരു ഹൃദയം. ഇതിനകത്ത് അഴുക്ക് പറ്റാനൊക്കത്തില്ല. എൻ്റെ ഈ കത്തുന്ന തീയുടെ മുന്നിൽ ഒരു ഈച്ച വന്നിരിക്കാനൊക്കത്തില്ല. ഒരഴുക്ക് ചിന്ത അധിക സമയം ഇരിക്കൂല, കരിഞ്ഞു പോകും. വലിയ ദുഷ്ടത അയച്ചാൽ അന്നേരം കരിച്ചു കളയും.
കാരണം കർത്താവ് കൂടെ നിന്ന് തീയായിട്ട് നിൽക്കുക. തീയെ 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 7 ഇരട്ടിയായിട്ട് ശദ്രക് മേശക് അബേദ്നെഗോവിനെ തീക്കകത്തിറക്കാൻ നേരം 7 ഇരട്ടിയായിട്ട് അവർ തീ എത്തിച്ചു. ആർക്ക് പോയി? രാജാവ് ഏറ്റവും വലിയ പ്രധാനിയെ കൊണ്ട് ഈ 3 പേരെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോയി. വലിയ കാര്യമല്ല, എല്ലാവരും കാണുക. ചത്തതവൻ, രാജാവിൻ്റെ പ്രമാണികൾ. 3 പേര് വെള്ളത്തിൽ തീക്കകത്ത് കിടക്കുമ്പോൾ രാജാവ് നോക്കുമ്പോൾ 4-മൻ ഒരാൾ തീക്കകത്ത്. 4 പേരെ, 3 പേരല്ലേ ഇട്ടുള്ളൂ, അതേ 3 ഉണ്ട്. പക്ഷെ 4-മൻ ഒരാൾ നടക്കുക തന്നെയല്ല. 3 പേരെ, ആ 3 പേരെയും ദൈവത്തിൻ്റെ കരങ്ങൾ കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്തു. പെന്തക്കോസ്ത് ദിവസം എന്താ ചെയ്തത്? ഈ തീയ അഗ്നിനാവ് പോലെയുള്ള പിളർന്ന നാവ് 120 പേരുടെ മേൽ വന്ന് വീഴുകയാണ്. അത് വന്ന് പതിക്കുമ്പോൾ അവർ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. അന്ന് തുടങ്ങിയ പെന്തക്കോസ്തി മൂവ്മെൻറ്റ് ഇന്നും ഭൂമിയിലെങ്ങും നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ നാനാഭാഗത്ത്, ഇപ്പം ചൈന ഇനിയിപ്പോൾ ഇറാൻ നോക്കിക്കോ, ഇവിടെയല്ലേ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ. എവിടെ മനുഷ്യൻ കൂടുതൽ ഉപദ്രവിക്കുന്നു, എവിടെ പെർസിക്യൂഷൻ നടക്കുന്നു, അവിടെ ദൈവത്തിൻ്റെ പ്രവർത്തനം ഏറ്റവും കൂടുതലായിട്ട് നടക്കും. അതാണ്. അപ്പോൾ ഈ ലൂക്ക്വാംനെസ് ശരിയല്ല. കർത്താവിൻ്റെ ഒരു ബേണിങ് ഹാർട്ട് നമുക്ക് വരണം. ചോദിച്ചു, കർത്താവ് നിൻ്റെ ഒരു തീ കത്തുന്ന ഒരു ഹൃദയം എനിക്ക്. അപ്പം ഗോഡ് ഡിസൈർസ് റിസ്റ്റോർഡ് ഫെലോഷിപ്പ് സൺസ് ആൻഡ് ഡോട്ടേഴ്സ്. ദൈവമക്കളാന്നുള്ള ഒരു സന്തോഷമുള്ള ഒരു ഹൃദയം നമുക്ക് തരാൻ വേണ്ടിയാണ് ക്രൂശിൽ മേൽ കയറി. ഞാൻ മകനെന്നും മകളെന്ന്, അതുകൊണ്ടാണ് എല്ലാം പൂർത്തിയാക്കിയെന്ന് കർത്താവ് ക്രൂശെ വിളിച്ചു പറഞ്ഞു. എല്ലാം പൂർത്തിയാക്കി. പിന്നെ നമ്മളെന്തോന്നീ ചെയ്യുന്നത്? വെറുതെ ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കുന്നതിന് പകരം സ്വന്തം കൈകൊണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടാൻ വെക്കുമ്പോഴേ വെറുതെ ആക്ടിവിറ്റീസ് കൊണ്ട് നിറയ്ക്കുകയല്ലാതെ ഒരു ഭാര്യ പറഞ്ഞാൽ ഭർത്താവിന് കേൾക്കാൻ നേരമില്ല. ഭർത്താവ് പറയുന്ന ഭാര്യ ശ്രദ്ധിക്കത്തില്ല. മക്കൾ അവരവർക്ക് തോന്നിയ ബുക്കോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മൊബൈലോ സിനിമയോ കണ്ടുകൊണ്ടിരിക്കും. ഇതാണിപ്പം കുടുംബം. എവിടെയാ ദൈവം? എവിടെയാ ദൈവത്തിൻ്റെ സെൻറ്റർ? എന്നാൽ ഈ കൂട്ടത്തിലും വ്യക്തമായിട്ടും വേദപുസ്തക അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട്. രാവിലെ എഴുന്നേറ്റാണ് നിർബന്ധമാണ് അവരുടെ അപ്പന് 3 അധ്യായമെങ്കിലും വേദപുസ്തകത്തിൽ നിന്ന് വായിച്ചിരിക്കണം. വായിക്കുക തന്നെയല്ല, ഞാൻ ചോദിക്കും അതിൻ്റെ. അത് കഴിഞ്ഞിട്ട് ചേർച്ചിൽ പോകുമ്പോൾ എന്താ അവർ ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കും. അത് കഴിഞ്ഞ് സ്കൂളിൽ പോകുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അവർ ശ്രദ്ധിക്കും. മക്കളുടെ ജീവന് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്ന പേരൻസ്, അത് ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ്. ദൈവം അവരെ അനുഗ്രഹിക്കും. പക്ഷെ നമ്മുടെ ചുമതലകൾ അയ്യോ എന്നെക്കൊണ്ട് ഒക്കത്തില്ല എന്ന് പറയുമ്പം നീ ഗിവപ്പ് ചെയ്യുമ്പോൾ യേശു പറയും, ഒരിക്കലും ഗിവപ്പ് ചെയ്യരുത്. ഒരിക്കലും ദൈവമക്കളെ ദൈവത്തിൻ്റെ പ്രവൃത്തി ഗിവപ്പ് ചെയ്യരുത്. എന്നെക്കൊണ്ട് വയ്യാന്ന് ഒരിക്കലും പറയരുത്. ശരിയാ, പലപ്പോഴും നമുക്ക് ക്ഷീണം വരുമ്പം പറയും. പക്ഷെ കർത്താവിന് അതിഷ്ടമല്ല. എനിക്ക് ബോറടിക്കുന്നു. എങ്ങനെയാണ് ബോറടിക്കുന്നത്? നമുക്ക് യേശുവിൻ്റെ ആത്മാവുള്ളപ്പം ആ വാക്കുകളെല്ലാം നമ്മുടെ വായിൽ നിന്നും നാവിൽ നിന്നും മാറണ്ടേ. എനിക്ക് ഭയമാണ്. എന്തോന്ന് ഭയമാണ്? ഞാൻ ചിലപ്പം ചിന്തിക്കും എനിക്ക് ഭയം. എന്ത് ഭയമാണ്? ഇരുട്ടിനെ ഭയം. എന്താ ഭയം? ഇതൊക്കെ നമ്മളിലുണ്ട്. പക്ഷെ പറഞ്ഞ് നമ്മളിൽ നിന്ന് അത് മാറ്റാനായിട്ട് ദൈവം അയക്കുന്നു. ഗോഡ് ഗേവ് റിസ്റ്റോറേഷൻ ടു ആഡം ആൻഡ് ഈവ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ദ ട്രീ ഓഫ് ലൈഫ് ഫ്രം ഹെവൻ ഓപ്പൺഡ് അവർ ഐസ് ടു ലൈഫ്, ലവ് ആൻഡ് സൺഷിപ്പ്. അതായത് ക്രിസ്തുവിനെ സ്വീകരിച്ച നിമിഷത്തിൽ എനിക്ക് ജീവൻ കിട്ടി, ദൈവസ്നേഹം, അഗാപ്പെ സ്നേഹം കിട്ടി, ദൈവത്തിൻ്റെ പുത്രത്വം കിട്ടി. അപ്പോൾ യാക്കോബ് ഇസ്രായേലായിട്ട് മാറണം. ഇടയൻ രാജാവായിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പം നമ്മളിലെല്ലാം ഒരു രൂപാന്തരം. യാക്കോബ് യാബോക്ക് എന്ന കടവിൻ്റെ അപ്പുറത്ത് നിൽക്കുകയാണ്. അപ്പുറത്തോട്ട് ഇങ്ങപ്പുറത്ത് കയറുന്നതിന് മുമ്പ് ഒരു യുദ്ധം മുഴുവനും യേശുവിനെ ഏൽപ്പിക്കുക, ദൈവത്തെ ഏൽപ്പിക്കുക. അത് തന്നെ ക്രൂശിൽ നിന്ന് എല്ലാത്തിനും ഉത്തരം നമ്മുടെ മുമ്പിൽ ക്രൂശാണ്. സോ ദ ബേണിംഗ് ഹാർട്ട് ഈസ് ദ എവിഡൻസ് ഓഫ് ഡിവൈൻ ഫെലോഷിപ്പ് റിസ്റ്റോർഡ്. സേഴ്സ് ഫ്രം ലവ് നോട്ട് റണ്ണിങ് ടുവേർഡ്സ്, നൗ വി ആർ റണ്ണിങ് ടുവേർഡ്സ് ക്രൈസ്റ്റ്. അതായത് ഇപ്പം ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് തിരിച്ചു കിട്ടി. സ്നേഹം കിട്ടിയപ്പോൾ ഞാൻ യേശുവിനെ കാണുമ്പോൾ അങ്ങോട്ട് ഓടുകയാണ്. കർത്താവിൻ്റെ അടുക്കിലേക്ക് ഓടാനുള്ള ഒരാഗ്രഹം. മറ്റേ ഇതുവരെ കർത്താവിനെ കാണുമ്പോൾ ഒളിച്ചോടുകയായിരുന്നു. എനിക്ക് കേൾക്കണ്ട. ചിലവർ കള്ളു കുടിക്കുന്നത് എനിക്കതിനെ നിങ്ങൾ വേണേൽ പോയി പ്രാർത്ഥിച്ചു, ഞാൻ വരത്തില്ല എന്ന് പറയല്ലേ. പക്ഷേ ഭാര്യമാർ പ്രാർത്ഥിച്ച് അവസാനം അവർ ഭാര്യയെക്കാട്ടിലും നല്ല വിശ്വാസിയായിട്ട് മാറും. ഒരാളെങ്കിലും പ്രാർത്ഥിക്കും. അപ്പം വി ബിക്കം ഫിയർലെസ്, നോട്ട് അറഗൻറ്റ് ബട്ട് കോൺഫിഡൻറ്റ്. വി ലോങ് ഫോർ ഹിസ് പ്രസൻസ്. ദ സോറോ വാസ് ചേഞ്ച് ടു ഗ്ലാഡ്നെസ്. ദ ഡിസൈപ്പിൾസ്, അതായത് ഈ എമ്മോസിലായിട്ട് പോയവരുടെ സങ്കടമുഖം മാറി സന്തോഷമാക്കി കൊടുക്കും. പിന്നെ അവർ സന്തോഷമായിരുന്നു. മഗ്ദലക്കാരത്തിക്ക് യേശുവിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് വലിയ സന്തോഷം. അവർ തിരിച്ചു വന്നിട്ടുമ്പോൾ ഞാൻ യേശുവിനെ കണ്ടു. എന്തൊരു അവർ വിശ്വസിച്ചില്ല. ദൈവം അവർക്ക് വീണ്ടും പ്രത്യക്ഷപ്പെടുത്തും. അപ്പോൾ സോ കം ലെറ്റ് യുവർ ഹാർട്ട് ബി ബേൺഡ് വിത്ത് ഹോളി അഫെക്ഷൻ.
ദൈവീകമായ വിശുദ്ധ സ്നേഹം കൊണ്ട് നമ്മളെ എത്തിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ നെഞ്ചത്തുള്ള ആ ഹൃദയം കത്തി നിൽക്കുന്ന കാണുമ്പോൾ ആ ഒരു ബേണിങ് ഹാർട്ട്, മാതാവിൻ്റെ ഹൃദയത്തിനോട്, വിശുദ്ധന്മാരുടെ, നമ്മുടെ ഹൃദയം അങ്ങനെ തന്നെയാണ്. കാരണം വി ആർ ആക്ച്വലി പാർട്ടേക്കേഴ്സ് ഓഫ് ഹിം. അപ്പോൾ അവൻ്റെ തീ എന്നിലും കത്താൻ തുടങ്ങി. ആ കത്തുന്ന തീയാണ്. ഇപ്പോൾ നമ്മൾ ഒരു മെഴുകുതിരി കത്തിക്കുമ്പോൾ മറ്റേ ആൾ കത്തിക്കും. ഒരേ തീയാണ് എല്ലാവരുടെയും കയ്യിൽ, അല്ലേ? പല തീയാണ്, പല മെഴുകുതിരി കത്തി, പക്ഷെ തീ ഒന്നായിരുന്നു, ഇല്ലേ? ചിന്തിച്ചിട്ടുണ്ട്? എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ ദൈവം പ്രവർത്തിക്കുന്നത്, എന്ത് സ്നേഹത്തിലാണ് ദൈവം പറഞ്ഞിരുന്നത്. അപ്പോൾ ട്രീ ഓഫ് ലൈഫ് ഓൾവേസ് പോയിന്റ് ടു ജീസസ്. ഓൺലി ജീസസ് കുഡ് അക്കംപ്ലിഷ് ദാറ്റ് റെസ്റ്റോറേഷൻ. അപ്പം നമ്മൾ ദൈവം തമ്പുരാൻ്റെ അടുക്കൽ ചെന്ന് കഴിയുമ്പോൾ പരിശുദ്ധാത്മാ പറയുകയാണ്, അയോഗ്യമായിട്ടൊന്നും നിങ്ങൾ ചിന്തിക്കാതെ നല്ലത് മാത്രം ചിന്തിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് ഈ ഭൂമിയിൽ വെച്ച് തന്നെ, ഞാൻ ഏദൻ തോട്ടത്തിലാണ്, തിന്മയുടെ വാക്കുപോലും പറയരുത്. വേറെ എൻ്റെ ഒരു കൂട്ടുകാരി, ഞങ്ങളുടെ ഒരു കൂട്ടുകാർ കൈക്കൂലി കിട്ടാതെ പ്രവർത്തിക്കുന്ന ഒരു ജോലിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ശരിയല്ലേ? നമ്മളാരും കൈക്കൂലി വാങ്ങിച്ചിട്ടല്ല, നമ്മൾ പണം വാങ്ങിച്ചിട്ടല്ല ഈ ശുശ്രൂഷ ചെയ്യുന്നത്, ദൈവത്തിന് വേണ്ടി സ്നേഹത്തിൽ ചെയ്യുന്നത്. അതിനൊരു വലിയ വിലയാണ്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രവർത്തനത്തിന് സ്വർഗത്തിലെ അപ്പച്ചൻ മാനിച്ച് ഒരു പ്രതിഫലം, അതാണ് മാനവും ജീവനും സമൃദ്ധിയും ഒരു പ്രതിഫലമായിട്ട് നമുക്ക് തരാൻ പോകും. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അത് നമുക്ക് നമ്മുടെ തലമുറകൾക്ക് ഇന്ന് തന്നിരിക്കുന്നു. ഇതാണ് ജീവവൃക്ഷത്വം. ജീവവൃക്ഷമാവുന്ന ക്രിസ്തുവിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ നമ്മളെ ഇന്ന് തിരഞ്ഞെടുക്കാൻ ഒരു അവകാശം തന്നിരിക്കുന്നു. അത് ശരിയായിട്ട് തിരഞ്ഞെടുക്കാനുള്ള ബുദ്ധി നമുക്ക് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും കരുണയുടെ ഉറമസ്ഥമായ ദൈവമേ, നിൻ്റെ സ്വഭാവത്തെ ഞങ്ങളിലേക്ക് ഒന്ന് ഇമ്പാർട്ട് ചെയ്യാൻ, ഒന്ന് തരുവാൻ വേണ്ടി ഞങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് നന്മ തിന്മയുടെ വൃക്ഷത്തിൻ്റെ ഫലം സ്വന്തം കഴിവിൽ തിന്നുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിച്ചു തന്ന് ജീവവൃക്ഷത്തിൻ്റെ തണലിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന് നിർത്തുന്ന സ്നേഹത്തിന് നന്ദി പറയുന്നു. ഉന്നതനും ഉയരങ്ങളിൽ സർവത്തിൻ്റെയും ഉടമസ്ഥനുമായിരിക്കുന്ന ദൈവം, സർവശക്തനായ ദൈവം, എൽ ഷഡായ്, എഡോണായ്, ഞങ്ങളുടെ ഗുരുവും നാഥനുമായ ദൈവം, ജീവൻ്റെ വൃക്ഷം എന്തെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു തന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഹൃദയത്തിലുള്ള കോണ്ടംനേഷൻ, എല്ലാ ശിക്ഷാവിധിയെക്കുറിച്ചുള്ള ചിന്തകളും, എല്ലാ ഇന്നാഡിക്വസി, ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ള ചിന്ത, ഞാൻ എല്ലാത്തിലും പാപിയാണ്, മഹാപാപിയാണ് എന്നുള്ള ചിന്തകൾ ഒക്കെ ഞങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട് പുതിയതായിട്ടൊരു സൃഷ്ടിയാക്കി മാറ്റി. പഴയതിനകത്ത് ടേപ്പ് ചെയ്ത് ഒട്ടിക്കുന്ന സ്വഭാവം അപ്പച്ചനില്ല. പഴയതിനെ പൂർണ്ണമായിട്ടും ഉടച്ച് കളഞ്ഞ് പുതിയ പാത്രമാക്കി, പുതിയ മന്ന, പുതിയ ജീവൻ, പുതിയ അഭിഷേക തൈലം ഒഴിച്ചുകൊണ്ടേയിരിക്കുന്നതിന് സ്തോത്രം. കർത്താവ്, ഈ കത്തിച്ച വിളക്ക്, ഈ ഹൃദയം ഒരിക്കലും കെടാനിടയായിരുന്നു. ഞങ്ങളുടെ ഹൃദയം കത്തിച്ചു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള മക്കളുടെയും മരുമക്കളുടെയും കൊച്ചും കെടാതെ സൂക്ഷിക്കാൻ വേലി കെട്ടി പ്രാർത്ഥിക്കുന്നു. അതേ കർത്താവ്, ഒരു രോഗിയുടെ ചുറ്റും നിന്ന് എല്ലാ പ്രാർത്ഥനയും കഴിഞ്ഞു, ഒന്നും നടക്കുന്നില്ല. ഇനി നമുക്ക് വട്ടത്തിൽ കൈപിടിച്ച് നിന്ന് ജീസസ് ജീസസ് എന്ന് പറയുമ്പം എവറി നീ ഷാൽ, ഈ നാമത്തിന് മുൻപിൽ എല്ലാ മുഴങ്കാലും മുടങ്ങുന്നതിനാൽ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിൽ, ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ, ഭാര്യമാരിൽ, ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ ഹൃദയങ്ങളിൽ ഈ കത്തുന്ന ഹൃദയത്തെ വെച്ച് കൊടുക്കണം. എമ്മോസിലേക്ക് പോയവർ പറഞ്ഞു, കർത്താവിൻ്റെ കൂടെ നടന്ന് അപ്പച്ചൻ സംസാരിക്കുന്നത് കേട്ടപ്പം നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടല്ലേ ഇരുന്നത്. ആ കത്തുന്നത് പിന്നെ ഒരിക്കലും കെട്ടില്ല കർത്താവ്. പെന്തക്കോസ്തി ദിവസത്തിൽ അത് വീണ്ടും ജ്വലിക്കാൻ തുടങ്ങി. ആ വിശുദ്ധന്മാരെല്ലാം ദൈവത്തിന് വേണ്ടി ജീവിച്ച് കർത്താവിന് വേണ്ടി മരണം അനുഭവിച്ചവരാ. കർത്താവ്, ഏത് പ്രയാസത്തിന് നടുക്കും നിൻ്റെ ആത്മാവിനെ വെളിച്ചമായിട്ട് കാണിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശമായിട്ട് നിന്ന് ജീവിച്ച് ഈ ലോകത്തിലല്ല, ആ ലോകത്തിലും ഈ ലോകത്തിലും വലിയ ആത്മാവിൻ്റെ ഒരു പ്രവർത്തനം ചെയ്തെടുത്ത് നിലനിൽക്കുന്നതായ നിത്യജീവൻ്റെ പ്രവർത്തനം അവിടുന്ന് ഏറ്റെടുപ്പിച്ച് ചെയ്തതിന് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ ബലം, നിൻ്റെ കരം കൊണ്ട് ഞങ്ങളുടെ ബലമില്ലാത്ത കരങ്ങളെ അവിടുന്ന് പിടിച്ച് നടത്തുന്ന സ്നേഹത്തിന് സ്തോത്രം. ഈ അനുഗ്രഹം തലമുറയിലേക്ക് ഒഴുകുന്നതിന് സ്തോത്രം. പക്ഷെ ചെയ്യാൻ തുടങ്ങിയത് പൂർത്തീകരിക്കാൻ വിശ്വസ്തനാകിയാൽ സകലതും പൂർത്തിയാക്കിയത് കണ്ട് അതിലേക്ക് കയറിയ തലമുറകളെ പിടിച്ചു മാറ്റണമേ. അങ്ങനെ അവിടുന്ന് ചെയ്യുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ. ആമേൻ.